ഇത് റിയൽ എസ്റ്റേറ്റിൽ തന്നെ ചില ആൾക്കാർ സ്ഥലത്തിൻ്റെ വില കുറയുന്ന സമയമുണ്ടല്ലോ, കയ്യിൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ അതങ്ങ് വാങ്ങിച്ചിടും. എന്നിട്ട് നാളെ എന്തായാലും വില കൂടുമല്ലോ, ആ സമയം നോക്കിയിട്ട് മറിച്ച് വിൽക്കും. അത് വില കുറയുന്ന സമയത്തുണ്ടെങ്കിൽ പോലും അല്ലാത്ത സമയത്താണെങ്കിലും നല്ല ചുക്കിന് വില കിട്ടി ചിലർക്ക് ഡെസ്പറേറ്റ് ആയിട്ട് ചില ആൾക്കാർക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ സ്ഥലങ്ങൾ വിൽക്കുക. ആ സമയത്ത് കയ്യോടെ വാങ്ങി മറിച്ച് വിൽക്കുന്നവരുമുണ്ട്. എന്നാൽ ഇങ്ങനെ വാങ്ങലല്ലാണ്ട് എല്ലാ ഡീലും ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. ഇക്ക ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണെന്നും ഇക്ക കൂടുതൽ ചെയ്യുന്നതും ഇതിൽ ഏതായിരിക്കും? ഡെസ്പറേറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ അതിലാണ് നമ്മൾ ഒന്ന് കൊടുക്കുക. കാരണം വെച്ചാൽ അതിൽ രണ്ട് കാര്യമുണ്ട്. അവരുടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അത്. ബാങ്ക് കൊടുക്കാനോ ബാങ്കിൻ്റെ മാർച്ച് മാസം നിങ്ങൾ കൺട്രോൾ, ഇനി വരുന്ന മാർച്ച് കുറേ ആൾക്കാർ പ്രോപ്പർട്ടി വെക്കാൻ നടക്കും. ചിലതൊരു പ്രയാസമായിരിക്കും. പക്ഷെ പ്രയാസം മാത്രം നോക്കിയിട്ട് അവിടെ കാര്യമല്ല, അവിടെ അവരെ രക്ഷപ്പെടുത്തലും കൂടിയാണ്. പിന്നെ നമുക്ക് ഈ വില കുറച്ചവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിൽക്കാൻ കഴിയണം. അത് ചില ആൾക്കാർക്ക് വിൽക്കാൻ കഴിയും. ഇപ്പോൾ ബാങ്കിൻ്റെ മാത്രം പ്രോപ്പർട്ടി എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഉണ്ട്. പക്ഷെ നമ്മൾ ബാങ്കിൻ്റെ പ്രോപ്പർട്ടി എടുക്കുക കുറവാണ്. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ളൂ. ഒരു വിഷമം കൂടി ഉണ്ടാവുമ്പോൾ അതെ ഭയങ്കര. അപ്പോൾ ചില വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന രംഗം, പിന്നെ അവരുടെ ഒരു വലിയ സങ്കടങ്ങൾ എത്രയാണോ രമ്യ ഞാൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഡീലുകൾ ഞാൻ മെല്ലെ മാറി ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവർ രക്ഷപ്പെടണ്ടേ, അപ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇന്ന ആൾക്കാരോട് ചോദിച്ചോളൂ, എന്നാലേ ആൾക്കാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അതിൽ വേറെ പ്രയാസം തെറ്റൊന്നുമില്ലല്ലോ. ചില ആൾക്കാർ കിട്ടണത് മറ്റുള്ളവർക്ക് ഇത്ര ആവശ്യമാണെന്ന് അറിയുമ്പോൾ ആ വേദന മനസ്സിലാക്കാതെ ചില ആൾക്കാരുണ്ടല്ലോ അല്ലേ ഇക്ക, ആ വേദനയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ കച്ചവടം നടന്നാൽ മതി, ഇത്രയും അവർ അവിടെ ബാർഗെയിൻ ചെയ്ത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ അവരതിനെ വാങ്ങിക്കാൻ നോക്കും. അങ്ങനെ ചെയ്യണത് എന്താ പറയുക, അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ അതിൽ മനസ്സങ്ങനെ പോകരുതെന്ന് പറയും. പക്ഷേ ഒരു പരിധിയിലേറെ ബാർഗെയിൻ ശരിയല്ല. ബാർഗെയിൻ ചെയ്യാറുണ്ട് നമ്മൾ. പക്ഷെ അവിടെ അപ്പോഴത്തെ സാഹചര്യം അവരുടെ ഇതൊക്കെ നമ്മൾ നോക്കും. ചിലത് അവർ പറഞ്ഞതിന് വാങ്ങിയ സംഭവം എനിക്കുണ്ട്, ഞാൻ എടുത്തിട്ടോ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. എന്താ വെച്ചാൽ പിന്നെ അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ആ സാഹചര്യം നമ്മൾ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം. ഈ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാലേ മക്കളെ കെട്ടിക്കാനായിട്ട് വീട് പണയം വെച്ച് കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ബാങ്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉള്ള വിഷമം എത്രയാണ്. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുത്തിട്ടില്ല. ആ ഭാഗത്ത് വലിയ ഒരു സംഭവമാണ്. പിന്നെ അവിടെ ഒരു സംഭവം വളരെ റെഡ് ലൈനായിട്ട് നോട്ട് ചെയ്തോളി. ഇങ്ങനത്തെ നെഗോസിയേഷൻ നടക്കുന്ന സ്ഥലത്ത് ഈഗോ വർക്കൗട്ട് ചെയ്യും, പിന്നെ വാശി കൂടും. ഇതിനെ കുറച്ചാൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. രണ്ട് കൂട്ടരും, സെല്ലറും ബയറും, മനസ്സിലായോ? അതിനെ അവിടെ ഒരു വാശി കുറക്കുക, ഈഗോ ഉണ്ടാവും, അതിനെ ഒന്ന് കുറക്കുക. ചില സ്ഥലത്ത് നമ്മൾ കണ്ണും പോവും, പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു സാധനം വർക്കൗട്ട് ചെയ്യണം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. ഇവന്നാളെ മകനായിരുന്നു, ഇവന്നാളായിരുന്നു, അവനിപ്പോൾ ഇത് വാങ്ങാനായിട്ടുണ്ടോ, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, അങ്ങനെയുള്ളൊരു അതിൻ്റെ പേരാണ് ഈഗോ. ഒരു സംഗതി ഓരോരോ നാട്ടിലുണ്ടാവും. ഇവൻ ആ കാറിൽ ഇന്നിപ്പോൾ ഈ കാറിലാണ് ഇവൻ വന്നത്. സാഹചര്യം അനുസരിച്ചിട്ട് ഇതൊക്കെ മാറാം. അവിടെ ഒന്നും ചിന്തിക്കാനില്ല. അവിടെയൊക്കെ നമ്മൾ ആ ഈഗോ കൊണ്ട് കട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റ ഫേസ്ബുക്കൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ നിങ്ങൾ ഒരു ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പൈസ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ചിലപ്പോൾ വല്ല ഇടപാടിൽ എന്തെങ്കിലും ബാലൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവന് ആ ഇടപാട് പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവന് എന്നെ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ ഈ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ അടിയിൽ ഓരോരോ കുറിപ്പിടുമല്ലോ, അവിടെ നമ്മളടുത്തൊരു ആകെ ഫീലിംഗ് ആവും. ഇത് ആകെ 1,00,000 ആൾക്കാർ കണ്ടാൽ ഒരുത്തനായിരിക്കും ഇത് ഇടുക. അവൻ എന്നോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടുന്ന ആൾക്കാരോടോ ഒരു ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ കുടുംബ പ്രശ്നം ഉണ്ടാവും.
അല്ലെങ്കിൽ അവനായിട്ടൊരു ഇടപാട് ചെയ്യുന്നുണ്ടാവും. അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല കരുത്തോട് കൂടിയിട്ട് തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ വരാനുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതെടുത്ത് വർക്കൗട്ട് ചെയ്യാം. തള്ള എത്രയോ കമൻറ്റ് ബോക്സിലൊക്കെ ഓരോ സാധനങ്ങൾ വരുമ്പോഴേ ഫീലിംഗ് നമ്മൾ അറിയാത്ത സംഭവങ്ങൾ എങ്ങനെ നമ്മളെ പറ്റിയിട്ട് എഴുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമ്മളവിടെ ഒരു എനർജി കൊടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യണം. എല്ലാവർക്കും ഇപ്പോൾ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഫേസ്ബുക്കിൽ കളിക്കുന്ന ഡെയിലി ഇപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയിൽ നടന്ന സംഭവങ്ങളിലൊക്കെ വന്ന ഓരോരോ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അപ്പോൾ അവിടെ നമുക്ക് മനസ്സായിട്ട് കൺട്രോൾ ചെയ്യാൻ കാണാം. പിന്നെ നമ്മുടെ മനസ്സിനൊരു സത്യമാണ് കേട്ടോ. നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കും വേണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ, മനസ്സിലായോ. ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എല്ലാവരും കാണുമ്പോൾ അവർ വിചാരിക്കും ഇത് ഓനെ നശിപ്പിക്കാനാണ്. എന്ത് നശിക്കല്, എന്ത് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ തീരും. എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നു, എന്തൊക്കെയാണ് സംഭവിച്ചു, ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഇവർ ഈ വായു കെട്ടിപ്പൂട്ടാൻ ഞാൻ മതി, വേറെ എന്തും എന്തായാലും. പിന്നെ ഇതിനൊരു മരുന്നുമില്ല, അവർക്കൊരു മരുന്നുമില്ല കൊടുക്കാൻ. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളത് കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് തന്നെ പോവാൻ നോക്കുക അല്ലേ. പിന്നെന്താ, അല്ലെങ്കിൽ തളർന്നു പോകും മനുഷ്യൻ പിന്നെ മുന്നോട്ട് പോവില്ല. അതെ, ഇക്ക നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്കൊരു വ്യക്തിനെ അവിടെ ഇരുത്താം അല്ലേ, അതിൽ തളർന്ന് അങ്ങനെ പോവരുത് അല്ലേ. യെസ്. ചില പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ചില ആൾക്കാർക്ക് അത് ഇതെനിക്ക് മോഹവിലക്കാണ്, ഇത് ഞാൻ വാങ്ങും എന്ന് ചില ആൾക്കാർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അതിൻ്റെ ഡീല് എനിക്ക് വേണം നടത്താൻ അല്ലേ. ചിലത് നമ്മളെ വല്ലാണ്ടങ്ങ് കൊതിപ്പിക്കുന്ന പ്രോപ്പർട്ടിയും ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ ഇക്ക മനസ്സുകൊണ്ട് അത് ചില പ്രോപ്പർട്ടി കണ്ട് വിചാരിച്ച് മോഹിച്ചിട്ട് അതിൻ്റെ ഡീല് നടത്തിയ ഒരുപാട് കഥകൾ ഒരു പക്ഷേ ഇക്കയ്ക്ക് പറയാനുണ്ടാവും അല്ലേ. പറയാണ്ട് ഓർത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ സംഗതികൾ ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ടെൻഷൻ എടുത്ത് അതിങ്ങോട്ട് പൂർത്തിയാക്കണം, അത് എടുക്കണം. പക്ഷെ അവിടെ ഞാനൊരു കാര്യം രമ്യയോട് പറയട്ടോ. രമ്യ, ഞാൻ ചില കച്ചവടങ്ങൾ ചെയ്യുമ്പോഴേ അത് സുലൈമാൻ ചെയ്തു എന്നൊരു പേര് എടുത്താൽ നമ്മളെ കാരിയറിന് നമ്മുടെ ഫേമിന് അതൊരു പേരായിരിക്കുമല്ലോ. അതെ, ഞാൻ അതിലായിരുന്നു കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത്. അത് നമ്മൾ ചെയ്തു, അത് ഇന്ന ആൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു വലിയ സംഭവം. ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. ഞാൻ കോയമ്പത്തൂരിലെ ഒരു ഹിസ്റ്ററി പറഞ്ഞു. അവിടെ ആ മുതലാളിയുടെ മുന്നിൽ ഞാൻ ഒരു ആളായിട്ട് ആളെ ഒരു പൈസ തന്നപ്പോൾ ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനത്തെ ഡീലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.